അതേസമയം ആസ്തയെ താഴേക്ക് വിളിക്കാൻ റൂമിലേക്ക് കയറിയ അർമാൻ കട്ടിലിന്റെ ഒരു വശത്ത് സമാധാനമായി ഉറങ്ങിക്കിടക്കുന്ന ആസ്തയെ കണ്ടു. കരഞ്ഞുണങ്ങിയ കണ്ണുനീരിന്റെ പാടുകൾ ഇപ്പോഴും അവളുടെ കവിളിൽ വ്യക്തമായി കാണാമായിരുന്നു. ഇത്രയും സമാധാനത്തോടെ ഉറങ്ങുന്ന ആസ്തയെ കണ്ട അർമാൻ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് കുറച്ചു മുൻപ് തനിക്ക് ഉറക്കം വരുന്നു, ഉറങ്ങണമെന്ന് ആസ്ത പറഞ്ഞത് അവന്റെ മനസ്സിലേക്ക് വന്നത്. അർമാൻ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ഈ പെൺകുട്ടിയോട് ഇത്രയൊക്കെ കടുപ്പമായി സംസാരിച്ചു, എന്നിട്ടും ഇവൾക്കിത്ര സമാധാനമായി ഉറങ്ങാൻ എങ്ങനെ കഴിയുന്നു? അർമാൻ സമാധാനമായി ഉറങ്ങിക്കിടക്കുന്ന ആസ്തയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു, ഇല്ല ഇല്ല, മിസ്സിസ് ആസ്ത അർമാൻ സിംഘാനിയ, ഇങ്ങനെ സുഖമായി ഉറങ്ങാൻ നിനക്ക് അവകാശമില്ല. നീയിപ്പോ എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ മാത്രമേ നീ ജീവിക്കൂ. ഇപ്പോ എന്റെ മുത്തശ്ശൻ നിന്നെ വിളിക്ക, അതിനാൽ നീ എഴുന്നേക്കണം. അതും പറഞ്ഞ് അർമാൻ ബെഡിന്റെ അടുത്തിരുന്ന ടേബിളിൽ നിന്ന് വാട്ടർ ജഗ് എടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ആസ്തയുടെ മേൽ മുഴുവൻ വെള്ളവും ഒഴിച്ചു. ശാന്തമായി ഉറങ്ങിക്കിടന്നിരുന്ന ആസ്ത തണുത്ത വെള്ളം ദേഹത്ത് വീണതും ഞെട്ടി ഉണർന്നു. അവൾ ഉടൻ തന്നെ എഴുന്നേറ്റിരുന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. മുത്തശ്ശി, മുത്തശ്ശി, വെള്ളപ്പൊക്കം, വെള്ളപ്പൊക്കം വന്നു! മുത്തശ്ശി ഓടിക്കോ, രക്ഷിക്കണേ! മഴ പെയ്യുന്നു മുത്തശ്ശി, എവിടെയാ നിങ്ങള്? ആസ്തയുടെ ആ നിലവിളി കേട്ട് അർമാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവളുടെ ശബ്ദം പുറത്തുള്ളവർ കേൾക്കുമോ എന്ന പേടിയിൽ അവൻ പെട്ടെന്ന് കൈകൊണ്ട് അവളുടെ വായ മൂടിപ്പിടിച്ചു. അർമാന്റെ റൂം സൗണ്ട് പ്രൂഫ് ആയിരുന്നു. അതായത് അകത്തുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല, പുറത്തുള്ള ശബ്ദം അകത്തേക്കും വരില്ല. എന്നിട്ടും ഒരു റിസ്ക്കും എടുക്കാൻ അർമാൻ തയ്യാറായിരുന്നില്ല. ആസ്തയുടെ വായ മൂടിപ്പിടിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നത്? കുറച്ച് പതുക്കെ സംസാരിക്കാൻ പറ്റില്ലേ? പിന്നെ എന്നോട് ചോദിക്കാതെ ഉറങ്ങാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? എന്റെ പെർമിഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ എന്നെ അറിയിക്കാതെ നിനക്കൊന്നും ചെയ്യാൻ അവകാശമില്ല. പക്ഷെ നീ അതെല്ലാം ലംഘിച്ചു. ഞാനുണ്ടാക്കിയ റൂൾസ് പോലും നീ തെറ്റിച്ചു. അപ്പോഴേക്കും ആസ്തയ്ക്ക് പൂർണ്ണ ബോധം വന്നിരുന്നു. അവൾക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അർമാന്റെ കൈ വായ മൂടിയിരുന്നതിനാൽ ഒരു വാക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല. ആശയക്കുഴപ്പം നിറഞ്ഞ വലിയ കണ്ണുകളോടെ അവൾ അവനെ നോക്കി നിന്നു. അർമാൻ അസ്വസ്ഥനായി ചോദിച്ചു, എന്താ വായ പൂട്ടിപ്പോയോ? എന്താ ഒന്നും പറയാത്തത്? മറുപടി പറയേ. ആസ്ത തന്റെ വായ അവന്റെ കൈകൊണ്ട് മൂടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കാൻ വീണ്ടും വീണ്ടും കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഇങ്ങനെ വായ മൂടിയിട്ട് ഞാൻ എങ്ങനെ സംസാരിക്കും എന്നായിരുന്നു അവളുടെ ഭാവം. അവസാനം സഹികെട്ട് അവൾ പതുക്കെ അർമാന്റെ കയ്യിൽ കടിച്ചു. പെട്ടെന്നുണ്ടായ ആ കടിയിൽ ഞെട്ടിയ അർമാൻ ഉടനെ തന്നെ കൈ പിൻവലിച്ചു. ഇപ്പോൾ അർമാൻ കൂടുതൽ ദേഷ്യത്തിലായി. വിഴുങ്ങിക്കളയുന്ന പോലെ ആസ്തയെ നോക്കിക്കൊണ്ട് അവൻ ഉറക്കെ ചോദിച്ചു, അർമാൻ സിംഘാനിയെ കടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? കൈമാറിയതും ആസ്ത ആഴത്തിൽ ശ്വാസമെടുത്ത് വേഗത്തിൽ പറഞ്ഞു, ഇത്ര നേരമായിട്ട് ഞാൻ നിങ്ങളോട് അത് തന്നെയല്ലേ പറയാൻ ശ്രമിച്ചത്? നിങ്ങളുടെ കൈകൊണ്ട് എന്റെ വായ മൂടിയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കും? അതും പറഞ്ഞ് അവളും അവനെ ഒന്ന് തുറിച്ചു നോക്കി. കുറച്ചുനേരം കൂടി അർമാൻ കൈ മാറ്റിയില്ലായിരുന്നെങ്കിൽ ശ്വാസം കിട്ടാതെ താൻ ബോധം കെട്ട് വീണനെ എന്നുറപ്പായിരുന്നു അവൾക്ക്. ആസ്ത അതെല്ലാം വളരെ നിഷ്കളങ്കമായും കുട്ടിത്തം നിറഞ്ഞ രീതിയിലുമാണ് പറഞ്ഞത്. ഒരു നിമിഷത്തേക്ക് അവളുടെ ആ നിഷ്കളങ്കമായ മുഖഭാവത്തിൽ അർമാൻ അറിയാതെ ലയിച്ചുപോയി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവന്റെ കണ്ണുകളിൽ വീണ്ടും ദേഷ്യം നിറഞ്ഞു. മതി നിന്റെ ഓരോന്നും, പോയി ഡ്രസ്സ് മാറ്റുവാ. അതിനുശേഷം ഉടനെ എന്റെ കൂടെ വരണം. മുത്തശ്ശന് നിന്നെ കാണണം. മുത്തശ്ശൻ തിരികെ വന്നെന്നും തന്നെ വിളിക്കുകയാണെന്നും കേട്ട നിമിഷം ആസ്തയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കുറച്ചുനേരം മുൻപ് വരെ അർമാന്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നതിന്റെ പേടിയിലായിരുന്നു അവൾ. പക്ഷേ മുത്തശ്ശനും മറ്റെല്ലാവരും തിരിച്ചെത്തിയെന്നറിഞ്ഞതോടെ അവൾക്ക് വലിയൊരു ആശ്വാസം തോന്നി. കുട്ടികളുടെ ആവേശത്തോടെ ആസ്ത ചോദിച്ചു, ശരിക്കും ശരിക്കും മുത്തശ്ശൻ വന്നോ? എനിക്കും അദ്ദേഹത്തെ കാണണം. അതും പറഞ്ഞ് അവൾ അർമാനെ മറികടന്ന് വേഗത്തിൽ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷെ അർമാൻ ഉടനെ അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. നിനക്ക് ഭ്രാന്തായോ? ഞാനിപ്പോ പറഞ്ഞു കേട്ടില്ലേ? ഈ കോലത്തിലും മുത്തശ്ശന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. നിന്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിരിക്കുന്ന കാര്യം മറന്നോ നീ? ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ കാണാനാണോ പോകുന്നത്? ആദ്യം പോയി ഡ്രസ്സ് മാറ്റുക.